ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവേചനം ഹൈക്കോടതിയിൽ തുറന്നുകാട്ടാൻ കേരളത്തിനായി. സംസ്ഥാനത്തോടുള്ള നിഷേധാത്മക സമീപനത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടതായും വന്നു. പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുണ്ടായ തടസ്സം നീക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ഓഗസ്റ്റ് 8-ന് തന്നെ ഹൈക്കോടതിയുടെ ആദ്യ ഇടപെടലുണ്ടായി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീട് കോടതി മുറിയിൽ കണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തര നിയമ പോരാട്ടം. കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിൽ, ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ, SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകുന്നതിൽ തുടങ്ങി ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും കോടതിയുടെ ഇടപെടലുണ്ടായി. അത് സംസ്ഥാനത്തിന് എല്ലാ ഘട്ടങ്ങളിലും നേട്ടവുമായി. കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാടിനെതിരെ പലതവണ കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് വരെ ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിന് പറയേണ്ടി വന്നു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിനോട് രോഷത്തോടെ കോടതി ചോദിച്ചത്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ ദില്ലിയിലിരിക്കുന്നവർ തയ്യാറായില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ അവരെ കൊച്ചിയിലെത്തിക്കാൻ കോടതിക്കറിയാമെന്ന് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ ഒരു ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകി. സമ്മർദ്ദത്തെ തുടർന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന 520 കോടിയുടെ കേന്ദ്ര സഹായം മാർച്ച് 31-നകം വിനിയോഗിക്കണമെന്ന വിചിത്ര നിർദ്ദേശം മോദി സർക്കാർ മുന്നോട്ട് വച്ചപ്പോഴും കോടതിയെ ഇടപെടുത്താൻ നമുക്കായി. ഡിസംബർ 31 വരെ സമയം നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായത് കോടതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. ചെറുതെങ്കിലും ഒരു തുക അനുവദിച്ചത് ചിലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു കേന്ദ്രം. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്കായി. SDRF ഫണ്ടിൽ നിന്നും 120 കോടി രൂപ വയനാട്ടിൽ വിനിയോഗിക്കാൻ മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യമായിരുന്നു. അവിടെയും കോടതിയെ സമീപിച്ച് നമ്മൾ ഇളവ് നേടി. ഹെലികോപ്റ്റർ വാടകയും മറ്റുമായി യാതൊരു മനസാക്ഷിയുമില്ലാതെ കോടികൾ സംസ്ഥാനത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോഴും രക്ഷയ്ക്കെത്തിയത് കോടതിയായിരുന്നു. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ച് കോടതി ദുരന്തബാധിതർക്കൊപ്പം നിന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ വരാതിരിക്കുന്ന അവസരങ്ങളിലും ഇപ്പോഴും വന്നിട്ടില്ല. അവരുടെ സഹായങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അതിൽ ഉണ്ട് ഒരു പദത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ പൈസ ഈ അവർ മറ്റേ ആർമിയുടെ ഇതിനൊക്കെ ഉള്ള സഹായം തന്നതിനുള്ള പൈസ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കോടതി സമയോചിതമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ കോടതിക്ക് കേന്ദ്ര ഗവൺമെൻറ് അത് വേണ്ടാതെ വയ്ക്കുകയും കേരള ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടാനുള്ള സംഖ്യകൾക്കുമൊക്കെ കുറേ ഒരു ചെറിയ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതായിരുന്നു കോടതിയിൽ കേരളം ഉന്നയിച്ച മറ്റൊരു വിഷയം. വായ്പ എഴുതിത്തള്ളാനാവില്ല, വായ്പകൾക്ക് മൊറട്ടോറിയം, ഇതായിരുന്നു കേന്ദ്ര നിലപാട്. കോടതി ശക്തമായി ഇടപെട്ടപ്പോൾ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഒഴിവാക്കി രക്ഷപ്പെടാനായി കേന്ദ്ര ശ്രമം. ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്ര നീക്കത്തെ കോടതി പൊളിച്ചു. ഈ വിഷയത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും വയനാട് ദുരന്തം തീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നത് നമ്മുടെ ഈ നിയമ പോരാട്ടത്തിൻ്റെ കൂടി ഫലമാണ്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഭൂമി ഏറ്റെടുത്തപ്പോഴും വിഷയം കോടതിയിലെത്തി. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹാരിസൺ മലയാളം, എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ച് സർക്കാർ നിയമക്കുരുക്കഴിച്ചു. ഉടമ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്തില്ല. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിലും നമുക്ക് വിജയം ഉറപ്പാക്കാനായി. ചുരുക്കത്തിൽ പുനരധിവാസം സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് സാധ്യമായ എല്ലാ നിയമവഴികളും നമ്മൾ തേടുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാടിനെതിരെ നിരന്തര നിയമ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയത്. ഹൈക്കോടതിയുടെ കൂടി ഇടപെടലുണ്ടായതോടെ ചില കാര്യങ്ങളിലെങ്കിലും കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.